തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങിനെ കണ്ടെത്തി. മൃഗശാലയിലെ മരത്തിലാണ് കണ്ടെത്തിയത്. കുരങ്ങിനെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി കമലേഷ് ചേരുന്നു. കമലേഷ്, കുരങ്ങിനെ കണ്ടെത്തിയിരിക്കുന്നു. അതിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? ഫിജി, വളരെ സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതോ ഒരു വാച്ചർ ഈ മൃഗശാലയ്ക്കകത്ത് വെച്ച് ഈ കുരങ്ങിനെ കണ്ടു എന്നതല്ലാതെ അതിനുശേഷം ഈ കുരങ്ങിനെ ഇപ്പോഴും തിരയുകയാണ്. ഉള്ളതായി ആരോ ഒരാൾ കണ്ടു എന്നത് ഒഴിച്ചാൽ ഇപ്പോൾ നിലവിൽ ഇതിനെ പിടികൂടാനുള്ള ശ്രമങ്ങളല്ല നടക്കുന്നത്. ഇതിനെ വീണ്ടും തിരയുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഈ കുരങ്ങ് ചാടിപ്പോയ ഈ മരത്തിന്റെ അടുത്താണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. ഈ മൃഗശാലയ്ക്കകത്താണ് ഞാനുള്ളത്. ഇവിടുത്തെ ഏതോ ഒരു വാച്ചർ നേരത്തെ ഇത്തരത്തിൽ ഈ കുരങ്ങിനെ ഇവിടെ കണ്ടതായി പറയുന്നു. അതിനപ്പുറത്തേക്ക് ഒരു സ്ഥിരീകരണവും ഈ വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നില്ല. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്, യാതൊരുവിധ നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഈ കുരങ്ങിനെ ഇന്നലെ പരീക്ഷണാടിസ്ഥാനത്തിൽ തുറന്നത് എന്നതാണ്. ഈ ചട്ടം അനുസരിച്ച് ഈ കുരങ്ങിനെ പരീക്ഷണാടിസ്ഥാനത്തിൽ തുറക്കുന്ന ഘട്ടത്തിൽ ഈ മൃഗശാലയിലെ മുഴുവൻ ജീവനക്കാരും അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം മയക്കുവെടി വെക്കാനുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അതോടൊപ്പം ഡോക്ടർ, മറ്റ് ഉദ്യോഗസ്ഥരെല്ലാവരും ഈ സമയത്ത് ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. അഥവാ ഇത് ചാടിപ്പോകാനുള്ള ശ്രമം നടത്തിയാൽ അതിനെ പിടിക്കാനുള്ള വലയടക്കം സജ്ജീകരിച്ചതിന് ശേഷമേ ഇതിനെ തുറന്നുവിടാൻ പാടുള്ളൂ എന്നതാണ് ചട്ടം എന്നിരിക്കെ ഇത്തരത്തിലുള്ള യാതൊരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ വീഴ്ചയാണ് മൃഗശാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആകെ 4 ഉദ്യോഗസ്ഥരാണ് ഇന്നലെ വൈകിട്ട് ഈ കുരങ്ങനെ തുറക്കുന്ന സമയത്ത് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ഈ രാത്രി സമയങ്ങളിൽ, വൈകുന്നേര സമയങ്ങളിൽ ഇതിനെ തുറക്കാൻ പാടില്ല എന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷേ ആ നിലയിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഇതിനെ പരീക്ഷണാടിസ്ഥാനത്തിൽ തുറക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഇത് ചാടിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. രാത്രി ആയതുകൊണ്ട് ഈ കുരങ്ങനെ, അഥവാ ചാടിപ്പോയാൽ പോലും ഈ കുരങ്ങനെ കണ്ടുപിടിക്കുക അസാധ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് വൈകുന്നേരം സമയങ്ങളിൽ, രാത്രികളിൽ ഇത്തരത്തിൽ ഈ കുരങ്ങനെ തുറക്കരുത് എന്ന ഒരു കാര്യമുള്ളത്. എന്നാൽ അതും ലംഘിച്ചുകൊണ്ടാണ് നിലവിൽ ഇവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പൂർണ്ണമായും വലിയ തരത്തിലുള്ള വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാതെ തുറന്നു എന്നതാണ് ഒരു വലിയ വിഷയമായി ഇപ്പോൾ നമുക്ക് പുറത്തുവിടാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഫിജി. അതോടൊപ്പം ഈ കുരങ്ങനെ ഇപ്പോൾ എല്ലാവരും ചേർന്ന് തിരയുകയാണ്. നേരത്തെ ഈ മൃഗശാലയ്ക്കകത്ത് തന്നെ ഈ കുരങ്ങനെ കണ്ടു ഒരു വാച്ചർ കണ്ടു എന്നതൊഴിച്ചാൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കുരങ്ങനെ സംബന്ധിച്ച് മറ്റ് വിവരങ്ങളൊന്നുമില്ല. എല്ലാവരും ചേർന്ന് ഇപ്പോഴും കുരങ്ങനെ വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഫിജി. ശരി കമലേഷ്, ഹനുമാൻ കുരങ്ങിനെ കണ്ടെത്തിയിരുന്നു. ഒരു വാച്ചർ അതിനെ കണ്ടു എന്നല്ലാതെ അതിനെ കൂടുതൽ ഇപ്പോൾ നിരീക്ഷണത്തിനപ്പുറമാണ് കുരങ്ങൻ എന്നാണ് മനസ്സിലാവുന്നത്. അതിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, കൂട്ടിലടയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.